So welcome to MTech Power Systems. So നമ്മൾ ഇന്ന് MTechലെ പവർ സിസ്റ്റം ഡൈനാമിക്സ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താണ് സ്ട്രക്ചർ ഓഫ് എ പവർ സിസ്റ്റം ആണ്. സോ നമുക്കറിയാം ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിൻ്റെ സൈസും സ്ട്രക്ചറൽ കമ്പോണൻസ് ഒക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ എങ്ങനെയാണെങ്കിലും അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. Which are comprised of three-phase AC system operating essentially at a constant voltage. Generation and transmission facilities use three-phase equipment. Okay, generationലും transmission facilitiesലും നമ്മൾ three-phase equipment ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ synchronous machines ആണ് നമ്മൾ generation of electricity യൂസ് ചെയ്യുന്നത്. Prime movers convert mechanical energy from source of energy to mechanical energy that is in turn converted to electrical energy by synchronous generator. Prime movers mechanical energy ന്യൂക്ലിയർ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പവർ പ്ലാന്റ്സിലുള്ള മെക്കാനിക്കൽ എനർജി സോഴ്സസ് ആണ് ഉണ്ടാവുക. അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ബൈ യൂസിങ് സിങ്ക്രണസ് ജനറേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട്. സോ സ്ട്രക്ചർ ഓഫ് എ പവർ സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് പവർ ഓവർ സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റൻസ് ടു കൺസ്യൂമർ സ്പ്രെഡ് ഓവർ എ വൈഡ് സ്പ്രെഡ് ഏരിയ. നമ്മൾ പവർ സിസ്റ്റത്തിൽ ഒരു ജനറേഷൻ ഉണ്ട്, അതേപോലെ ട്രാൻസ്മിഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറേ കൺസ്യൂമറിലേക്കാണ്, കുറേ ഡിസ്റ്റൻസിലുള്ള കൺസ്യൂമറിലേക്കാണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. സോ അങ്ങനെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം റിക്വയർ ആണ്. സോ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഒരു സബ് സിസ്റ്റം വേണ്ട ആവശ്യമുണ്ട്. സോ ഓപ്പറേറ്റിംഗ് ഒരു ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽ. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ പവർ എത്തണമെങ്കിൽ എന്തായാലും ഒരു ട്രാൻസ്മിഷൻ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം വേണം. ആ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സബ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ടു ക്ലാസിഫൈ ദ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ഇൻ ടു എ ഫോളോയിങ് സബ് സിസ്റ്റം. നമ്മൾ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിനെ ഫോളോയിങ് സബ് സിസ്റ്റം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ട്രാൻസ്മിഷൻ സിസ്റ്റം, സബ് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സോ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇന്റർകണക്ട് ചെയ്തിട്ടുള്ളത് എല്ലാ മേജർ ജനറേറ്റിംഗ് സ്റ്റേഷൻസും മെയിൻ ലോഡ് സെൻറ്റേഴ്സും ആണ്. So the system take power from generating station to the load centers at a highest available voltage. So ഈ ട്രാൻസ്മിഷൻ സിസ്റ്റം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ പവർ എടുത്തിട്ട് ലോക്കൽ സെൻറ്റേഴ്സിലേക്ക് ഹയസ്റ്റ് അവൈലബിൾ വോൾട്ടേജസിൽ ആയിട്ടുള്ള ലോക്കൽ സെൻറ്റേഴ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ജനറേറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 11 to 33 kV ആണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഇത് എന്താ പറയുക, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. So these are stepped up to transmission voltage level and power is transmitted to the transmission substation. ഇത് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ലെവലിലേക്കായിരിക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പവറിനെ നമ്മൾ ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ദ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ സബ്സിസ്റ്റം ആർ ഓഫ്റ്റൻ റെഫേർഡ് ടു ആസ് എ ബൾക്ക് പവർ സിസ്റ്റം. സോ ഇതൊരു ബൾക്ക് പവർ സിസ്റ്റം തന്നെയാണ്. ജനറേഷൻ ട്രാൻസ്മിഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വലിയ പവർ സിസ്റ്റം തന്നെയാണ്. കാരണം അവിടെ വളരെ വലിയ കമ്പോണൻസും ഡിഫറെൻറ്റ് രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ലെവൽസ് ഒക്കെ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. സോ ദ സബ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് ട്രാൻസ്മിഷൻ സിസ്റ്റം പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസിലായിരിക്കും ഫ്രം ദി ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ ടു ദ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ. ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിലേക്ക് പവർ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് സബ് ട്രാൻസ്മിഷൻ സിസ്റ്റം ചെയ്യുന്നത്. So large industrial customers are commonly supplied directly from the sub-transmission system. Large industrial customers ഒക്കെ sub-transmission system വഴിയാണ് directly ആയിട്ട് supply സ്വീകരിക്കുന്നത്. So in some system there is no clear demarcation between sub-transmission and transmission circuits. ചെറിയ നമ്മുടെ സിസ്റ്റത്തിലൊന്നും sub-transmission ആൻഡ് ട്രാൻസ്മിഷൻ സർക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. രണ്ടും കൂടി ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. So as the system expand, a higher voltage level become necessary for transmission. To alter transmission line are often relegated to sub-transmission function. Okay, നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം സബ് ട്രാൻസ്മിഷൻ സിസ്റ്റം അങ്ങനെ രണ്ടായിട്ട് ചില സിസ്റ്റത്തിൽ ഉണ്ടാവത്തില്ല. ചില സിസ്റ്റത്തിൽ ഒന്നെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സിസ്റ്റം ആയിരിക്കും. ചില സിസ്റ്റത്തിലായിരിക്കും രണ്ടായിട്ട് സബ് ട്രാൻസ്മിഷനും ട്രാൻസ്മിഷൻ ആയിട്ടുള്ള സിസ്റ്റം വരുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് എലമെന്റ് ഓഫ് എ പവർ സിസ്റ്റം. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, അതാണ് GS. ആൻഡ് ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ KV ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫുള്ളായിട്ട് നമ്മുടെ ഒരു സ്ട്രക്ചർ ഓഫ് എ പവർ സിസ്റ്റം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡോട്ടർ ലൈൻ നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രം യൂസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്.
ആൻഡ് ഫ്രം ദ ജനറേറ്റിംഗ് സ്റ്റേഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വഴി റെസിഡൻഷ്യലിലേക്കും കൊമേഴ്ഷ്യലിലേക്കും അതേപോലെ സിംഗിൾ ഫേസ് ആയിട്ടുള്ള സെക്കൻഡറി ഫീഡറിലേക്കും എങ്ങനെയാണ് പോകുന്നതാണ് ഈ ഒരു ഫിഗറിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സബ് സിസ്റ്റം ഓഫ് എ പവർ സിസ്റ്റം ആൻഡ് അസോസിയേറ്റഡ് കൺട്രോൾസ് ആണ്. ഇപ്പോൾ നമ്മളൊരു എന്താണ് പവർ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പഠിച്ചു. സോ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്, വേണമെങ്കിൽ 230 kV ട്രാൻസ്മിഷൻ ഉണ്ടാവും, 500 kV ട്രാൻസ്മിഷൻ ഉണ്ടാവും, അങ്ങനെ പിന്നെ സബ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ടാവും, അതുപോലെ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും. സബ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന് വേറെ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിലേക്കായിട്ട് കൊടുക്കുക. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പിന്നെയും സ്മോൾ ആയിട്ടുള്ളൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും അവിടെ. പിന്നെ 3 phase ആയിട്ടുള്ള പ്രൈമറി ഫീഡർ ഉണ്ടാവും. സോ ഇതാണ് ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു പവർ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താണ് പവർ സിസ്റ്റം ഡൈനാമിക്സ് ആൻഡ് കൺട്രോളിൽ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പവർ സിസ്റ്റം ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് കൺട്രോളേഴ്സ് ആർ ദർ ഇൻസൈഡ് എ പവർ സിസ്റ്റം, എന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു പവർ സിസ്റ്റം ഫേസ് ചെയ്യേണ്ടി വരിക, ആ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യാന്നൊക്കെയാണ് ഈ ഒരു പവർ സിസ്റ്റം ഡൈനാമിക്സ് ആൻഡ് കൺട്രോളിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് നമുക്കിതിൽ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ഓവറോൾ പവർ സിസ്റ്റം. സോ നെക്സ്റ്റ് നമുക്ക് സബ് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള സബ് സിസ്റ്റം ഓഫ് എ പവർ സിസ്റ്റം ഉണ്ട്, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് നോക്കാനുള്ളത്. സോ അത് നെക്സ്റ്റ് ഡേയ്സിലായിട്ട് നമുക്ക് നോക്കാം. ഹോപ്പ് യു നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. ഓക്കെ.